ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഡെൻഡ്രോബിയം വെറൈറ്റിയിലുള്ള ഡെൻഡ്രോബിയം അഫിലിയം എന്ന പ്ലാന്റ് നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാമെന്ന് നോക്കാം. നമുക്ക് ഈ പ്ലാന്റിന് ഡെൻഡ്രോബിയമായിട്ട് താരതമ്യം ചെയ്യുമ്പം ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മുടെ സാധാരണ ഡെൻഡ്രോബിയം പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ ചട്ടിയിൽ സെറ്റ് ചെയ്ത് വെക്കുമ്പം അതിൻ്റെ സ്റ്റെമ്മും ലീഫും ഫ്ലവറും എല്ലാം മുകളിലോട്ടാണ് പിടിക്കുന്നത്. പക്ഷേ നമ്മുടെ ഡെൻഡ്രോബിയം അഫിലിയത്തിൻ്റെ പ്ലാന്റ് ആയാലും ഫ്ലവർ ആയാലും ലീഫായാലും എല്ലാം താഴോട്ട് തൂങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ഇത് പിടിച്ചു നിൽക്കുന്നത്. പിന്നെ നമ്മുടെ ഈ അഫിലിയം പ്ലാന്റിൻ്റെ പൂവിന് നല്ലൊരു വാസനയും ഉണ്ട്. പിന്നെ കാണാനും പ്രത്യേക ഒരു ഭംഗിയുള്ള പൂവാണ് നമ്മുടെ ഈ അഫിലിയം. നമുക്ക് ഇവരെ ചട്ടിയിൽ വളർത്തുന്നതിലും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് മരത്തിനകത്ത് കെട്ടിവെച്ച് വളർത്തുന്നത്. അന്നേരം ഈ ഇവരുടെ വേര് മരത്തിനകത്ത് നല്ലോണം ചുറ്റിപ്പിടിച്ച് ഇവർ താഴോട്ട് നല്ല രീതിയിൽ വളരുന്നുണ്ട് കേട്ടോ. ചട്ടിയിൽ വെക്കുന്നതിനെക്കാട്ടി നല്ല രീതിയിൽ കണ്ടിട്ടുള്ളത് മരത്തിൽ വളർത്തുമ്പോഴാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്കിവരെ വളർത്താൻ. നമ്മളൊരു മരത്തിനകത്ത് ഒരു കുഞ്ഞു തൈ കെട്ടി വെച്ച് കൊടുത്താൽ ഇവർ നല്ല രീതിയിൽ പെട്ടെന്ന് വളർന്ന് നല്ല രീതിയിൽ പൂക്കളായിട്ട് നിൽക്കും. ഡെൻഡ്രോബിയത്തിൻ്റെ കൂട്ട് വലിയ കീടബാധയോ അല്ലെങ്കിൽ ഒച്ചിൻ്റെ ശല്യമൊന്നും വലുതായിട്ട് ഈ പ്ലാന്റിനകത്ത് അങ്ങനെ കണ്ടിട്ടില്ല. ഡെൻഡ്രോബിയം പൂക്കൾ ഒരു മാസമൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ ഈ അഫിലിയത്തിൻ്റെ പൂക്കളാണെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസമേ നിൽക്കത്തുള്ളൂ. നമ്മുടെ ഈ പ്ലാന്റ് പൂ വരാറാകുമ്പം ഇതിൻ്റെ ഫുൾ ഇലയും അങ്ങ് പൊഴിയും. ഇലയെല്ലാം പൊഴിഞ്ഞ് ഈ തണ്ട് മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ നിന്നിട്ട് ആ ഇല പൊഴിയുന്ന ഓരോ നോഡിനകത്തു നിന്നുമായിരിക്കും അതിൻ്റെ പൂക്കൾ വരുന്നത്. ഇതിൻ്റെ തണ്ട് ഏതാണ്ട് 1 മീറ്ററോളം വളരും. ഈ 1 മീറ്ററോളം വളർന്ന് നല്ല ഹെൽത്തി പ്ലാന്റ് ആണെങ്കിൽ ഇത്രയും നല്ല നീളത്തെ വളർന്നിട്ട് ആ പൂക്കളാണെങ്കിൽ ഒരു തണ്ടിനകത്ത് ഒരു 50 പൂക്കൾ അല്ലെങ്കിൽ 60 പൂക്കൾ ഒക്കെ പിടിക്കും, മേളിൽ നിന്ന് താഴെ വരെ. ഇപ്പം നമ്മുടെ സാധാരണ ഡെൻഡ്രോബിയത്തിൻ്റെ കൂട്ട് ഒരു മാസം 1.5 മാസമൊന്നും പൂക്കൾ നിൽക്കത്തില്ല. കുറഞ്ഞതൊരു ഒരാഴ്ച, ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 12 ദിവസം, അത്രയും ദിവസം കഴിയുമ്പോൾ ഈ പൂക്കളൊക്കെ മഞ്ഞിച്ച് വാടി ഇതുപോലായി പൊഴിഞ്ഞങ്ങ് പോകും. പിന്നെ ഇവിടെ ഫ്ലവറിങ് ടൈം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെ ഇവിടെ ഫ്ലവറിങ് ടൈം. അന്നേരമായിരിക്കും ഈ ഇലകൾ മൊത്തം ഇത് പൊഴിക്കുന്നത്. പിന്നെ നമ്മളിതിൻ്റെ പ്രൊപ്പഗേഷൻ നമുക്ക് ഈസിയാണ്. ഇത് ഈ ഓരോ തണ്ടിനകത്തുനിന്നും ഈ ഇല പൊഴിയുന്ന ഓരോ തണ്ടിനകത്തുനിന്നും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു തൈകൾ വരും. ഈ കുഞ്ഞു കുഞ്ഞു തൈകൾ നല്ല വേരോടുകൂടിയായിരിക്കും ഈ തൈകൾ ഇങ്ങനെ കിളിച്ച് നിൽക്കുന്നത്. നമുക്ക് ഇതിനെ ഇങ്ങനെ ഇവിടെ വെച്ച് കട്ട് ചെയ്തെടുത്ത് നമുക്ക് അതിനെ വേറൊരു പ്ലാന്റാക്കി വളർത്തിയെടുക്കാൻ പറ്റും. നമുക്ക് ഇതിനെ വളർത്തിയെടുക്കണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ ഒരു കഷ്ണം തൊണ്ട് വെച്ച് നമ്മൾ ഒരു മരത്തിനകത്ത് കെട്ടിവെച്ചാൽ അത് കുറച്ച് നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ട് അങ്ങ് വളർന്നു. ഒരു കുഞ്ഞു തയ്യ നമ്മൾ ഇതുപോലെ മരത്തിനകത്ത് ചേർത്ത് വെച്ച് നമ്മൾ ഇതുപോലെ ഒരു തൊണ്ടിൻ്റെ ഒരു പീസ് എടുത്ത് വെച്ച് അതിനെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കെട്ടിവെച്ചാൽ ഇവർ നല്ല മരത്തിനകത്ത് ഇതുപോലെ നല്ല രീതിയിൽ വേര് പിടിച്ച് ഇവർ നല്ല രീതിയിൽ താഴോട്ടിങ്ങനെ വളർന്നങ്ങ് നിൽക്കും. നമ്മൾ സാധാരണ ഡെൻഡ്രോബിയത്തിന് കൊടുക്കുന്ന വളങ്ങൾ, സാധാരണ ഓർക്കിഡിന് കൊടുക്കുന്ന വളങ്ങൾ മാത്രമേ ഇവർക്ക് കൊടുത്താൽ മതി. നമ്മൾ 2 ആഴ്ച കൂടുമ്പം 19 സ്പ്രേ ചെയ്യാം. ഫ്ലവറിനാണെങ്കിൽ നമ്മൾ ഗ്രീൻ കെയർ 13, 27 കൊടുക്കാം. പിന്നെ നമുക്ക് ചാണകത്തിൻ്റെ തെളി സ്പ്രേ ചെയ്ത് കൊടുക്കാം, കടലപ്പിണ്ണാക്കിൻ്റെ തെളി സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൊടുത്താൽ ഇത് നല്ല രീതിയിൽ വളർന്ന് നല്ല രീതിയിൽ പൂവും പിടിച്ച് നിൽക്കും. ഞാൻ ജോലി തിരക്കൊക്കെ ഉള്ളവർക്ക് വളർത്താൻ പറ്റിയ എപ്പോഴും പ്ലാന്റിനെ ശ്രദ്ധിക്കാനോ അതിന് വെള്ളം കൊടുക്കാനോ നോക്കാനോ ഒന്നും പറ്റാത്തവർക്ക് വളർത്താൻ പറ്റിയ നല്ലൊരു ഓർക്കിഡ് വെറൈറ്റിയാണ് നമ്മുടെ ഡെൻഡ്രോബിയം അഫിലിയം. നമുക്ക് ഏത് കാലാവസ്ഥയിലും നമുക്ക് ഇവരെ നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ വല്ലപ്പോഴും ഇച്ചിരി വളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ 2 ദിവസം കൂടുമ്പോൾ നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുകയോ ചെയ്താൽ ഇവർ നല്ല ഹാപ്പി ആയിട്ട് ഇവർ വളർന്ന് പൂ പിടിച്ച് നിൽക്കും. നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.